ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 5 ശ്ലോകം 14. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ലോകത്തിന് കർത്തൃത്വമോ കർമ്മഫലങ്ങളോ കർമ്മഫലവുമായുള്ള സംയോഗമോ ആത്മാവ് ഉണ്ടാക്കുന്നില്ല. സ്വഭാവമാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ പരമമായ സത്യത്തെയാണ്, പരമാത്മാവിനെയാണ് ഇവിടെ പ്രഭു എന്ന് വിശേഷിപ്പിച്ചത്. ആ പ്രഭു ഈ ലോകത്തിന് യാതൊരുവിധ കർമ്മങ്ങളും ചെയ്യുന്നില്ല. ലോകത്തിൽ അവിടെ കർത്തൃത്വമോ കാരയിതൃത്വമോ ഇല്ല. ഒന്നും ചെയ്യുന്നുമില്ല, ഒന്നും ചെയ്യിക്കുന്നുമില്ല. അത് ഏകനും അദ്വിതീയനുമായ പരമാത്മാവിൽ ഒരു കർമ്മവും ഇല്ല. കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് ക്രിയയിലൂടെ പ്രാപിക്കാൻ ഇച്ഛിക്കുന്നവയെ അഥവാ ആഗ്രഹിക്കുന്നവയെയാണ് കർമ്മങ്ങൾ എന്ന് പറയുക. അവിടെ കർത്താവ്, ക്രിയ, കർമ്മം എന്നുള്ളതൊന്നും വേറെയില്ല. ഏകവും അദ്വിതീയവുമായ പരമസത്യം ഏകമാണ്. അത് രണ്ടില്ല തന്നെ. അവിടെ പ്രാപിക്കുക എന്നുള്ളതോ പ്രാപിപ്പിക്കുക എന്നുള്ളതോ ഒന്നും തന്നെ പറയാവതല്ല. പിന്നെ ഈ പ്രഭു എന്നുള്ളത്, പ്രഭു ചെയ്യിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വേറെ ഭാവത്തിൽ വരും, ഈശ്വര ഭാവത്തിൽ വരാം. അപ്പൊ ഈശ്വരൻ ചെയ്യുന്നതാണല്ലോ. ഈശ്വരൻ എന്നുള്ള പദം വരുന്നത് ഈ ജഗത്തിനെ സൃഷ്ടിച്ച് സ്ഥിതി ചെയ്യിച്ച് പരിപാലിക്കുന്ന, സംഹരിക്കുന്ന ആ തലത്തിലെയാണ് നമ്മൾ ഈശ്വരൻ എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത്. അപ്പോൾ പരമമായ സത്യം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഈശ്വരൻ എന്നുള്ള തലത്തിലേക്ക് വരുമ്പോൾ അത് ചെയ്യിക്കുന്നുണ്ടോ? അവിടെയും ഇല്ല. ഈശ്വരനല്ല ഓരോരുത്തർക്കും കർമ്മങ്ങളെ നിശ്ചയിക്കുന്നത്. ചിലരെ സുഖികളും ചിലരെ ദുഃഖികളും ചിലരെ പാപികളും ചിലരെ പുണ്യവാന്മാരുമൊക്കെ ആക്കി തീർക്കുന്നത്, ചിലരെ നിത്യരോഗികളും ചിലരെ രോഗമില്ലാത്തവരുമൊക്കെ ആക്കി തീർക്കുന്നതൊന്നും ഈശ്വരന്റെ പണിയല്ല. അപ്പൊ പരമാത്മാവ് കർത്തൃത്വാദി ഭോക്തൃത്വാദി ഭാവങ്ങളൊന്നുമില്ല. വ്യാവഹാരിക തലത്തിൽ ഈശ്വരനും ഒന്നും ചെയ്യുന്നുമില്ല, ചെയ്യിക്കുന്നുമില്ല. പിന്നെ ആരാണ് ഈ കർമ്മങ്ങൾക്കൊക്കെ ഉത്തരവാദി? ആരും ചെയ്യാതെ ഈ ശരീരസംഘാതത്തിന്, ഈ ഉപാധികൾക്ക് കർമ്മം ചെയ്യാൻ സാധ്യമല്ലല്ലോ. ആരാൽ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ടാണ് കണ്ണ് വിഷയങ്ങളിലേക്ക് പോകുന്നത്, മൂക്ക് വാസനയിലേക്ക് പോകുന്നത്, ത്വക്ക് സ്പർശനമാകുന്ന വിഷയത്തിന് പിന്നേക്ക് പോകുന്നത്? അപ്പൊ ആരെങ്കിലും നിയോഗിക്കണ്ടേ? അപ്പൊ ആരാണ് അതിൻ്റെ ആള്? അതിനുള്ള സമാധാനമായിട്ട് ഇവിടെ പറയാണ്, സ്വഭാവമാണ് പ്രവർത്തിക്കുന്നത്. സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാവം. ഇവിടെ പ്രകൃതിയെയാണ് സ്വഭാവ ശബ്ദത്താൽ പറയപ്പെടുന്നത്. അപ്പൊ സർവ്വവ്യാപാരങ്ങളും സർവകർമ്മങ്ങളും ഒക്കെ പ്രകൃതിയാൽ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ട് ചെയ്യപ്പെടുന്നതാണ്. ആ പ്രകൃതിയെ തന്നെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത്. മായ എന്ന് പറയുമ്പോൾ യാ മാ സാ മായ. വാസ്തവത്തിൽ ഇല്ലാത്തതെന്തോ അതാണ് മായ. ഇപ്പൊ ജീവൻ തന്നെ വാസ്തവത്തിൽ മായയാണ്. പരമാത്മാവിൽ നിന്ന് വിഭിന്നമായി വേറെയായി ഒരു ജീവനില്ല. അപ്പൊ ജീവൻ കാണപ്പെടുന്നുണ്ടല്ലോ, അതാണ് കാണപ്പെടുന്നുണ്ട്, വാസ്തവത്തിലില്ല. പരമാത്മാവ് തന്നെയാണ് ജീവഭാവത്തിൽ പ്രകടമാവുന്നത്. വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ജീവഭാവത്തിൽ പ്രകടമാവുന്നത്. ജീവന് സ്വതസിദ്ധമായ ഭാവമില്ല. ജീവന്റെ സ്വതസിദ്ധമായ ഭാവം പരമാത്മാവാണ്. കണ്ണാടിയിൽ കാണുന്ന പ്രതിഫലനം, പ്രതിബിംബം, അതിന് ബിംബം മറ്റൊന്നുണ്ട്. വാസ്തവത്തിൽ കണ്ണാടിയിലൂടെ കാണുന്ന എൻ്റെ മുഖം വാസ്തവത്തിലുള്ളതല്ല. ഇതുപോലെ ജീവൻ എന്നുള്ളത് വാസ്തവത്തിലില്ലാത്തതായതുകൊണ്ട്, എന്നാൽ പരമാർത്ഥത്തിലുള്ളത് ഇല്ലെങ്കിൽ ഈ ജീവന്റെ ഭാവമില്ല. ബിംബമില്ലെങ്കിൽ പ്രതിബിംബമില്ല. അതുകൊണ്ട് പരമാത്മാവിൽ നിന്ന് അന്യമായി ജീവനില്ല എന്നർത്ഥം.
അപ്പം ആ ജീവനാണ്, അഥവാ അതിനെ തന്നെ നമ്മൾ അഹന്ത എന്നൊക്കെ പറയുന്നത്. ജീവഭാവത്തിലാണ് അഹങ്കാരം ഉള്ളത്, ഞാൻ എന്ന ഭാവം. ആ അഹന്ത കർമ്മങ്ങൾ ചെയ്യുന്നതും അവയുടെ ഫലങ്ങൾ അനുഭവിക്കുന്നതും ഈ ജീവനാണ്, ഈ അഹന്തയാണ്, ആത്മാവല്ല. അപ്പൊ വാസനയ്ക്ക് അനുസരിച്ചിരിക്കും ജീവന്റെ കർമ്മം. സ്വഭാവം, പ്രകൃതി, മായ എന്നെല്ലാം പറയുന്നത് ഈ വാസനയെ തന്നെയാണ്. അതാണ് നമ്മെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത്. ഇത് എവിടുന്ന് ഇത് ആരുടെ ഭാഗമാണ്? ഇത് പ്രകൃതിയുടെ ഭാഗമാണ്. അതിനെ ഒന്നുണ്ടെങ്കിൽ മറ്റൊന്നുണ്ട് എന്ന ഭാവത്തിൽ. പരമമായ സത്യം മാത്രമേ വാസ്തവത്തിലുള്ളൂ. അതിൻ്റെ നിഴലെന്നോണം, അതിൻ്റെ പ്രതിഫലനം എന്നോണം ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ജീവാത്മാവ് എന്ന് പറയും. ഈശ്വരൻ എന്ന് പറയുമ്പോൾ മായ എന്ന് പറയും. പുരുഷൻ എന്ന് പറയുമ്പോൾ പ്രകൃതി എന്ന് പറയും. ശിവൻ എന്ന് പറയുമ്പോൾ ശക്തി എന്ന് പറയും. ഇതൊക്കെ വാസ്തവത്തിൽ അഭിന്നയാണ്. എപ്രകാരമാണോ തീയും പുകയും വേറെയല്ല, തീയിൽ നിന്ന് തന്നെയാണ് പുകയുണ്ടാവുന്നത്. ശിവനിൽ നിന്ന് തന്നെയാണ്, ശിവന്റെ അനന്യമായ ഭാവം തന്നെയാണ് ശക്തി, വേറെയല്ല. എന്നാൽ ഈ ശക്തിയെ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വ സൃഷ്ടികളും നടത്തുന്നത്. ഇതുപോലെ ഈ കർമ്മങ്ങൾ മുഴുവൻ ചെയ്യുന്നതും ചെയ്യിക്കുന്നതും വാസനകളാണ്, മായയാണ്, ശക്തിയാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഈ മായയെ അതിക്രമിക്കുക എന്നുള്ളത് ദൈവീഹേഷ ഗുണമയി മമമായ ദുരക്തിയ. ഈ മായയെ തരണം ചെയ്യാൻ എളുപ്പമൊന്നുമല്ല. എന്താ വഴി? ആ പരമമായ സത്യത്തെ മാത്രം ആശ്രയിക്കുക. എപ്രകാരമാണോ ഒരു മേജിക്കുകാരൻ മേജിക്ക് കാണിക്കുന്നത് കണ്ട് അതിൽ മയങ്ങി നിൽക്കാതെ അയാളെ ആശ്രയിച്ചുകൊണ്ട് ഇതിൻ്റെ രഹസ്യം എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു കൂടി കഴിയുക. അപ്പം എന്തായി? ആ രഹസ്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അയാളെ മേജിക്കിൽ നമ്മൾ ഭ്രമിച്ചു പോവില്ലല്ലോ. അതുകൊണ്ട് ആ പരമമായ സത്യത്തെ ആശ്രയിച്ചുകൊണ്ട് ആ മായയെ അതിക്രമിക്കാം. അതാണ് ഇവിടെ പറഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ മായയുടെ പിടിയിൽ പെടാതിരിക്കാൻ, അത് കണ്ട് ഭ്രമിക്കാതിരിക്കാൻ, അതുകൊണ്ട് അന്താളിച്ച് നിൽക്കാതെ ആ മായയെ വശത്തിൽ വെച്ചിരിക്കുന്ന മായാവിയെ, പരമമായ സത്യത്തെ ശരണം പ്രാപിക്കൂ. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ഉപദേശം.